പ്രിയമുള്ളവർക്കെല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്കൊരു വിഷയം സംസാരിക്കാം. ചിലരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, എനിക്കൊന്നിനും സമയം തികയുന്നില്ല, എവിടുന്നാണ് നിനക്കിതിനൊക്കെ സമയം എന്നുള്ള പരാതി. അതുപോലെ തന്നെയാണ് ചിലരുടെ സംസാരത്തിൽ വല്ലാതെ അങ്ങ് നിരാശ കയറി പിടിച്ചിട്ടുണ്ടാവും. നിരാശയിൽ നമ്മൾ ഒരിക്കലും അകപ്പെടാതിരിക്കുക. നിരാശയുടെ കരവലയത്തിൽ നമ്മൾ അകപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ഒരു ജോലിയും ചെയ്യാൻ സാധിക്കില്ല. നമ്മുടെയൊക്കെ മനസമാധാനം നശിപ്പിക്കാൻ കടന്നുകൂടുന്ന ഒരു രോഗമാണ് നിരാശ. നീചനായ ഒരു ശത്രുവിനോടെന്ന പോലെ പെരുമാറി നമ്മൾ നിരാശയെ പുറത്തു കളയുക. ആശകൾ മാത്രം മതി നമുക്ക്, നിരാശകളെ നമുക്ക് പുറന്തള്ളാം. ജീവിതം വളരെ കുറച്ചേ ഉള്ളൂ. ദുഃഖിച്ചും പരാതി പറഞ്ഞും നിരാശയിൽ അകപ്പെട്ടും അതിൻ്റെ നീളം കുറക്കാതിരിക്കുക. ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ സമയത്തിനുള്ളിൽ ക്രമീകരിച്ച് ഓരോന്നും അതിൻ്റെതായ രീതിയിൽ വൃത്തിയോടും വെടിപ്പോടും സന്തോഷത്തോടും കൂടി ചെയ്യാൻ ശ്രമിക്കുക. ഓരോ ദിവസവും നമ്മൾ വളരെ ഹാപ്പിയായി എൻജോയ് ചെയ്ത് ആ ഒരു സന്തോഷം നമ്മുടെ കുടുംബത്തിനും പകർന്നു കൊടുത്ത് നല്ല വീട്ടമ്മമാരാകാൻ ശ്രമിക്കുക. ഞാനും നിങ്ങളുമെല്ലാം വീട്ടമ്മമാർക്ക് മാതൃകയായി തീരട്ടെ. ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് നമ്മൾ ഉച്ചയൂണിന് തയ്യാറാക്കാൻ പോകുന്നത് ബീറ്റ്റൂട്ട് കൊണ്ടുള്ള ഉപ്പേരിയും മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ്. എങ്ങനെയൊക്കെയാണെന്ന് കണ്ടു നോക്കാം. ബീറ്റ്റൂട്ട് തൊലി കളഞ്ഞ് നന്നായി നീളത്തിൽ കട്ട് ചെയ്ത് അതിലേക്ക് 2 പച്ചമുളകും കീറിയിട്ട് ഒരൽപ്പം ഉപ്പും ഒരൽപ്പം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നമ്മൾ ഇതിനെ ഫ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മളൊരു പാൻ വെച്ച് അതിലേക്ക് ഒരൽപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം റെഡിയാക്കി വെച്ച ബീറ്റ്റൂട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളമൊന്നും ചേർക്കാതെ നമ്മൾ ഈ ഒരു എണ്ണയിൽ നന്നായി അത് മൊരിയിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നന്നായി ഒന്ന് പരത്തി ഇട്ട് കൊടുക്കുക. എണ്ണയൊക്കെ എല്ലായിടത്തും ആയതിനു ശേഷം ഇനി നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അങ്ങനെ ബീറ്റ്റൂട്ട് ഉപ്പേരി നന്നായി വെന്ത് നല്ല ബലത്തോടെയൊക്കെ നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് മറ്റൊരു വിഭവം തയ്യാറാക്കാം. അതിനായി ഒരു പാൻ വെച്ച് ഇതുപോലെ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് നമ്മൾ അതിലേക്ക് ഊരി വെച്ച് കഴുകി റെഡിയാക്കിയ മുരിങ്ങയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരൽപ്പം ഉപ്പും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ച് ആവിയിൽ വേവിച്ചെടുക്കാം. അടപ്പിൽ നിന്ന് ഊർന്നു വീഴുന്ന നീരാവി മാത്രം മതി നമുക്ക് ഈ മുരിങ്ങയില വെന്ത് കിട്ടാൻ. അങ്ങനെ നമ്മുടെ മുരിങ്ങയിലയും റെഡിയായി. ഇനി അടുത്തത് തക്കാളി ഉണ്ടാക്കുന്നുണ്ട്. അതിനായി പാൻ അടുപ്പത്ത് വെച്ച് കടുക് പൊട്ടിച്ചിട്ടുണ്ട്. അതിലേക്ക് തക്കാളിയും പച്ചമുളകും വെളുത്തുള്ളി അരിഞ്ഞതും കൂടെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതും നമ്മൾ വെള്ളം ഒഴിക്കാതെയാണ് വേവിക്കുന്നത്. അടപ്പ് വെച്ച് അടച്ച് നന്നാക്കി ഒന്ന് വേവിച്ചെടുക്കുക. അങ്ങനെ ഇന്ന് ഉച്ചയിലേക്കുള്ള എല്ലാ വിഭവങ്ങളും തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാവർക്കും ഇരുന്ന് ഭക്ഷണം കഴിക്കാം. നമ്മുടെ കയ്യിൽ എന്താണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് വെച്ചാൽ ആ ഒരു ഇൻഗ്രീഡിയൻറ്റ് കൊണ്ട് എന്താണ് നന്നായി നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളത് കണ്ടെത്തുക. എന്നിട്ട് അത് ഏറ്റവും ടേസ്റ്റിയായ രീതിയിൽ ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെ ഇന്ന് തക്കാളിക്കറിയും ബീറ്റ്റൂട്ട് ഉപ്പേരിയും മുരിങ്ങയിലയും ഒക്കെയായി ഇന്ന് അത്യാവശ്യം ഹെവിയായ ഫുഡാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അതിനോട് കൂടെ പൊട്ടിച്ച് കഴിക്കാൻ പപ്പടവും പൊരിച്ചിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നമുക്ക് ക്യാരറ്റ്, വെണ്ടക്ക ഒക്കെ ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ നമ്മൾ ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ ഉണ്ടാക്കുന്നത്. നിങ്ങളെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും.
എന്തായാലും ഇന്നത്തെ വിഭവങ്ങളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും എൻ്റെ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. ഇനിയും പുതിയ വീഡിയോസുമായി വരുന്നത് വരെ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൂടെ ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.